വാനവനെങ്കിലും ആദൂതൻ നാലേൽക്കും സഭയിൽ ശാപം പലതര ഉപദേശങ്ങളോ വാനിൽ മുളച്ചു പരത്തുന്നു ദൈവത്തിൻ്റെ ഉപദേശം അവസാനിപ്പിപ്പോ പാവങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ായ നാമത്തെ അവകാശിയായതിനെ ഒത്തവണ്ണം അവരേക്കാൾ ശ്രേഷ്ഠനായി തിരികെയും ചെയ്തു. നീ എന്റെ പുത്രൻ, ഞാനും നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരുടെങ്കിലും വല്ലപ്പോഴും അല്ല ചെയ്തിട്ടുണ്ടോ? ആദ്യ ജാതനെ പിന്നെയും ഭൂതതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്തിരിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും പ്രതിനിധിമാരും ആക്കുന്നു എന്ന ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ഓരോരുത്തരും വേർവഴി ചാർത്തപ്പെടുവാൻ അവനവന്റെ പട്ടണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ജോസഫ് ദാവീദിന്റെ ഗോത്രത്തിലും കുടുംബത്തിലും ഉൾപ്പെട്ടവനായിരുന്നുകൊണ്ട് യഹൂദിയിൽ ബേത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് ഗലീലായിലെ നസ്രേത്ത് പട്ടണത്തിൽ നിന്ന് വേർവഴി ചാർത്തുവാൻ പോയി. തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമിനോട് കൂടെയാണ് പോയത്. അവരോട് പാർക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം വന്നു. അവൾ ഏകജാതനെ പ്രസവിച്ചു. അവർ പാർത്തിരുന്ന സ്ഥലത്ത് ഇടമില്ലാതിരുന്നതിനാൽ കുഞ്ഞിനെ പാഴ്തുണിയിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. രാത്രിയോടെ വെളിപ്രദേശത്ത് ഇടയന്മാർ തങ്ങളുടെ ആട്ടിൻപാറ്റത്തെ കാത്തുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ മാലാഖ അവരുടെ കൈവന്നു. കർത്താവിന്റെ തേജസ്സും അവരുടെ മേൽ വിളങ്ങി. മാലാഖ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ സർവ്വലോകത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മിശിഹാ എന്ന രക്ഷകൻ ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. പാഴ്തുണിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ മാലാഖമാരുടെ അനേക വൃത്തങ്ങൾ കാണപ്പെട്ടു. അവർ അത്യുന്നതങ്ങളിൽ ഇങ്ങനെ പാടി ദൈവത്തെ സ്തുതിച്ചു. എല്ലാവരും ഏറ്റുചൊല്ലണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്
മഹത്വം ഭൂമിയിൽ സമാധാനം മനുഷ്യമക്കളിൽ സംപ്രീതി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സമാധാനം ദൈവപ്രസാദമുള്ളവർക്ക് ശാന്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സമാധാനം മനുഷ്യമക്കളിൽ സംപ്രീതി അവർ ഇങ്ങനെ പാടി ദൈവത്തെ സ്തുതിച്ചു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ നമുക്ക് ബേത്ലഹേം വരെ പോയി കർത്താവ് നമ്മോട് അറിയിച്ചതുപോലെ ഈ സംഭവം കാണാമെന്ന് പറഞ്ഞു. അവർ അതിവേഗം പോയി മറിയാവിനെയും ജോസഫിനെയും തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ആ ശിശുവിനെ പറ്റി തങ്ങളോട് അറിയിച്ച കാര്യങ്ങൾ അവർ പറഞ്ഞു. കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയാമാകട്ടെ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അറിയിക്കപ്പെട്ടതുപോലെ തന്നെ തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനാൽ ഇടയന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തിയും സ്തുതിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. യേശുബുഹത്തോ ലാലോ ഭോഗമറോ യേശുബുഹത്തോ ലാലോ എല്ലാവരും മാലാഖമാരുടെ സ്തുതിപ്പ് ഇപ്പോൾ ചൊല്ലണം. നിങ്ങൾ മാലാഖമാരുടെ സ്തുതിപ്പ് ചൊല്ലുന്ന സമയത്ത് കുന്തിരിക്കം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ളത് കർത്താവിൻ്റെ തൃപ്പാദത്തിൽ ഉണ്ണിയേശുവിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കുന്തിരിക്കം സമർപ്പിക്കണം. നമുക്ക് ഒത്തുചേർന്ന് മാലാഖമാരുടെ സ്തുതിപ്പ് ചൊല്ലാം. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും ബലഹീനരും take some from Sandeep. Pass it. Go with it. ഞങ്ങളുടെ പിതാക്കന്മാർ
Morning. You finish, please move on the side. Okay. Move on the side. Let others come.